വെടിനിർത്തൽ ആവേശത്തിൽ കുതിച്ചുപാഞ്ഞ് വിപണിയിലെ കാളക്കൂറ്റന്മാർ. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. ഇറാൻ US വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത ഇന്ത്യ ഹോർമുസ് കടലിടുക്കിലൂടെ സ്വതന്ത്രമായ കപ്പൽ ഗതാഗതവും തടസ്സമില്ലാത്ത ആഗോള വാണിജ്യവും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. നിലവിലെ സംഘർഷത്തിന് വേഗത്തിലുള്ള പരിഹാരം വെടിനിർത്തലിലൂടെയും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയുമേ സാധ്യമാകുകയുള്ളെന്നും ഇന്ത്യ പ്രതികരിച്ചു. അതേസമയം സാധ്യമായ മാർഗങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി എത്രയും വേഗം ഇറാനിൽ നിന്ന് പുറത്തു കടക്കാൻ ഇന്ത്യക്കാരോട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. എംബസിയുടെ ആശയവിനിമയം നടത്താതെ കരമാർഗം ഇറാനിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കരുതെന്നും എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധത്തിൻ്റെയും എണ്ണവില വർധനയുടെയും രൂപയുടെ മൂല്യമിടിവിൻ്റെയും വിദേശ നിക്ഷേപകരുടെ വിറ്റൊഴിയലിൻ്റെയും എല്ലാം ആഘാതത്തിൽ വിറച്ചു നിന്ന ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആഴ്ചകൾക്ക് ശേഷം ആശ്വാസ മുന്നേറ്റം. ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ 4% മുന്നേറ്റമാണ് ഇന്ത്യൻ ഓഹരി വിപണി നടത്തിയത്. സെൻസെക്സ് 2946 പോയിന്റ് മുന്നേറി 77,562 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 873 പോയിന്റിന്റെ കുതിപ്പോടെ 23,997 എത്തിയത്. IT-യും ഫാർമയും ഒഴിച്ച് മറ്റെല്ലാ മേഖലകളിലും കുതിപ്പ് ദൃശ്യമായി. ബാങ്കിംഗ്, ഓട്ടോ, റിയൽറ്റി സൂചികകളിൽ 5% കുതിപ്പ് ദൃശ്യമായി. ഇറാൻ യുദ്ധത്തിൽ തിരിച്ചടിയേറ്റ L&T 7%, ഇൻഡിഗോ 10% മുന്നേറി. ഇറാനിൽ സമാധാനം വന്നതോടെ സുരക്ഷിത ആസ്തിയായ ഡോളറിന്റെ മൂല്യം ഇടിയുന്നു. 1% ഇടിവാണ് ഡോളർ മൂല്യത്തിൽ ഉണ്ടായത്. 50 പൈസ മെച്ചപ്പെടുത്തി 92.55 രൂപയുടെ മൂല്യം ഉയർന്നു. 4 ആഴ്ചത്തെ താഴ്ന്ന നിരക്കിലാണ് മറ്റ് കറൻസികളെ അപേക്ഷിച്ച് ഡോളറിന്റെ മൂല്യം. കമ്മോഡിറ്റികളെ യുദ്ധവിരാമം എങ്ങനെ ബാധിച്ചെന്ന് നോക്കാം. ഏറ്റവും ആശ്വാസം ദൃശ്യമായത് ക്രൂഡ് ഓയിൽ വിലയിലാണ്. 13% ഇടിഞ്ഞ് $94.34 ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇടിഞ്ഞു. അതേസമയം സ്വർണ്ണത്തിലും വെള്ളിയിലും വമ്പൻ കുതിപ്പ് ദൃശ്യമായി. അന്താരാഷ്ട്ര സ്വർണ്ണവില ഔൺസിന് $4,650 നിന്ന് $4,850 കുതിച്ചു. കേരളത്തിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 365 രൂപ ഉയർന്ന് 14,100 രൂപയിലെത്തി. പവന് 2,920 രൂപ വർദ്ധിച്ച് 1,12,800 രൂപയായി. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ വെള്ളിയുടെ വില 6% ഉയർന്ന് കിലോയ്ക്ക് 2,44,770 രൂപയിലെത്തി. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ 5.25% നിർത്തി റിസർവ് ബാങ്ക്. ആഗോളതലത്തിൽ സംഘർഷം നിലനിൽക്കെ കാത്തിരുന്ന് കാണാനുള്ള സമീപനമാണ് RBI ധനകാര്യ സമിതി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7.6% വളർന്നെന്നാണ് അനുമാനിക്കുന്നതെന്ന് RBI പറഞ്ഞു. ഊർജ്ജ പ്രതിസന്ധിയുടെയും മറ്റും പശ്ചാത്തലത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വളർച്ച 6.9% കുറയാമെന്നും റിസർവ് ബാങ്ക് അനുമാനിക്കുന്നു.